അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വ അസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്നു മുതൽ സൂറത്തുൽ ബഖറയുടെ 1 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ തജ്വീദ് നിയമങ്ങളാണ് പഠിക്കാൻ തുടങ്ങുന്നത്. ഇൻഷാ അല്ലാഹ് ഈ തജ്വീദ് നിയമങ്ങൾ എല്ലാം പഠിക്കുന്നതോടുകൂടി നിങ്ങൾ മനഃപ്പാഠമാക്കിയ ആ 25 ആയത്തുകൾ നിങ്ങളുടെ മനസ്സിൽ മറക്കാതെ തന്നെ നിലനിൽക്കും. ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത് നിങ്ങൾ മനഃപ്പാഠമാക്കാൻ വേണ്ടി ആയത്തുകൾ കട്ട് ചെയ്തിട്ടില്ലേ, അതേപോലെ തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനഃപ്പാഠമാക്കാനുള്ള വിദ്യകൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ തജ്വീദ് ക്ലാസ്സുകൾ കഴിഞ്ഞാൽ, അതായത് 1 മുതൽ 25 വരെയുള്ള ആയത്തുകളുടെ ഈ തജ്വീദ് പരമ്പരകൾ കഴിഞ്ഞാൽ, ഇനി അങ്ങോട്ടുള്ള 26 മുതൽ അങ്ങോട്ടുള്ള ക്ലാസ്സുകൾ ഇതേപോലെ അർത്ഥങ്ങളും തജ്വീദ് നിയമങ്ങളും എല്ലാം ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ ഉൾപ്പെടുത്താനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ അക്ഷരങ്ങളുടെ മഹ്റജും തജ്വീദ് നിയമങ്ങളുമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ തജ്വീദ് ക്ലാസ്സുകൾ കഴിയുമ്പോഴേക്കും ഏകദേശം എല്ലാ തജ്വീദ് നിയമങ്ങളും അക്ഷരങ്ങളുടെ മഹ്റജും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. പടച്ചവൻ എല്ലാം എളുപ്പമാക്കി തരട്ടെ. നമുക്ക് ഒന്നാമത്തെ ആയത്തിൻ്റെ അക്ഷരങ്ങളുടെ മഹ്റജ് നോക്കാം. അലിഫ്, തൊണ്ടയുടെ താഴെ ഭാഗം, അതായത് നെഞ്ചിനോട് ചേർന്ന ഭാഗം. ലാം, നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിലെ മോണയിൽ തട്ടിച്ചുകൊണ്ട്. മീം, 2 ചുണ്ടുകളും ചേർന്ന് അമരുമ്പോൾ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജ് പറയുമ്പോൾ, ഉദാഹരണത്തിന് ലാം, നിങ്ങളുടെ നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിലെ മോണയിൽ തട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കുക. അങ്ങനെ ഓരോ അക്ഷരങ്ങളുടെയും മഹ്റജ് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് അത് കറക്റ്റാണോ എന്ന് നിങ്ങൾ തന്നെ ഉറപ്പുവരുത്തുക. അത് പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് തജ്വീദ് നിയമത്തിലേക്ക് പോവാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. സൂറത്തുകളുടെ തുടക്കത്തിൽ കാണുന്ന ഒറ്റപ്പെട്ട അക്ഷരങ്ങളെയാണ് ഹുറൂഫുൽ മുഖത്ത എന്ന് വിളിക്കുന്നത്. ഖുർആനിൽ 29 സൂറത്തുകളുടെ ആദ്യത്തിൽ നമുക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട അക്ഷരങ്ങളെ കാണാൻ കഴിയും. ഇവിടെ ലാം കഴിഞ്ഞ് മീം വരുന്നത് കൊണ്ട് അവിടെ ഒരു ഇദാം സംഭവിക്കുന്നുണ്ട്, അതായത് ഒരു ലയിപ്പിക്കൽ സംഭവിക്കുന്നുണ്ട്. അതായത് ലാമിലെ അവസാന ശബ്ദമായ മീം, ലാം എന്ന് പറയുമ്പോൾ അവിടെ മീം വരുന്നുണ്ട്, സുക്കൂനുള്ള മീം വരുന്നുണ്ട്. അപ്പോൾ അടുത്ത അക്ഷരമായ മീം, ലാം കഴിഞ്ഞ അടുത്ത അക്ഷരമായ മീം, ആ ലാമിലെ മീമും ഈ മീമിലെ മീമും തമ്മിൽ ചേർക്കപ്പെടുന്നു. ഇങ്ങനെ ഒരു സുക്കൂനുള്ള അക്ഷരം അടുത്ത അക്ഷരത്തിലേക്ക് ഇദ്ഗാം ചെയ്യപ്പെടുമ്പോഴാണ് അതിനെ മുസക്കൽ എന്ന് വിളിക്കുന്നത്. ഇവിടെ ലാമിന് 6 ഹർക്കത്ത് നീട്ടണം. അതായത് ലാമിന് മദ്ദിൻ്റെ ചിഹ്നം കാണാം അവിടെ. അപ്പോൾ ആ മദ്ദിൻ്റെ ചിഹ്നം കഴിഞ്ഞ് അടുത്തത് വരുന്നത് ലാം, അതായത് സുക്കൂനുള്ള മീമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 6 ഹർക്കത്ത് വരെ നിങ്ങൾ, മദ് ലാസിമാണ്, 6 ഹർക്കത്ത് വരെ നിങ്ങളവിടെ നീട്ടണം. ഇദ്ഗാം ഷഫവി അടുത്ത ഒരു തജ്വീദ് നിയമമാണ്. സുക്കൂനുള്ള മീമിന് ശേഷം മറ്റൊരു മീം വന്നാൽ, അതായത് ലാമിലെ സുക്കൂനുള്ള മീമും പിന്നെ മീമിലെ മീമും വന്നാൽ ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് ലയിപ്പിച്ച് ചേർത്ത് മണിപ്പിച്ച് കൊണ്ട് ഓതണം. ഇവിടെ 2 ഹർക്കത്ത് സമയം മണിക്കണം. അലിഫ് ലാം മീം. അങ്ങനെ ആ മണിക്കലിന് ഒരു 2 ഹർക്കത്ത് സമയം കൊടുക്കണം. മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം അസ്ലിയായ സുക്കൂനോ അല്ലെങ്കിൽ ഷദ്ദോ വന്നാൽ അതിനെ മദ് ലാസിം എന്ന് വിളിക്കുന്നു. ഇവിടെ മീം എന്ന് പറയുമ്പോൾ സുക്കൂനുള്ള മീം ആണ് സ്റ്റോപ്പ് ചെയ്യുന്നത്. ഇതും നിർബന്ധമായും 6 ഹർക്കത്ത് നീട്ടണം. നമുക്ക് രണ്ടാമത്തെ ആയത്തിലേക്ക് പോവാം.
ദാലിക്കൽ കിതാബു ലാ റൈബ ഫീഹ്. ഈ ആയത്ത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ആയത്തുകളുടെ അക്ഷരങ്ങളുടെ മഹറജ്, ഈ ആയത്തിൻ്റെ അക്ഷരങ്ങളുടെ മഹറജ് നോക്കാം. സാൽ, നാവിൻ്റെ അറ്റം മുൻപല്ലിൻ്റെ അഗ്രത്തിൽ. കാഫ്, നാവിൻ്റെ മൂല, അതായത് അണ്ണാക്കിനോട് ചേർന്ന ഭാഗം. ത, നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിൽ. ബ, രണ്ട് ചുണ്ടുകളും ചേർന്ന് അമരുമ്പോൾ. റ, നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിലെ മോണയിൽ തട്ടിച്ചുകൊണ്ട്. യ, നാവിൻ്റെ നടുഭാഗം. ഹ, തൊണ്ടയുടെ താഴെ ഭാഗം, അതായത് നെഞ്ചിനോട് ചേർന്ന ഭാഗം. ഹലിഫും ഹായും ഒരേ സ്ഥലത്തു നിന്ന് തന്നെയാണ് വരുന്നത്, തൊണ്ടയുടെ താഴെ ഭാഗത്തു നിന്ന്. ഇനി നമുക്കിതിൻ്റെ തജ്വീദ് നിയമം നോക്കാം. ദാലിക എന്നതിലെ ദാലും അൽ കിതാബ് എന്നതിലെ ത എന്നീ അക്ഷരങ്ങൾക്ക് മുകളിൽ ചെറിയ ഒരു അലിഫ് കാണാം. ഇത് മദ് അസ്ലി എന്ന് പറയും. ഇത് 2 ഹർക്കത്ത് നീട്ടി ഓതണം. ദാലികൽ കിതാബു, അങ്ങനെ. ഇനി അടുത്ത് നോക്കാം. അൽ കിതാബു, അലിഫ് ലാമ് കാണുന്നില്ലേ? ചില സ്ഥലങ്ങളിൽ ഈ അലിഫ് ലാമ് ഉച്ചരിക്കാണ്ട് വരും, ചില സ്ഥലങ്ങളിൽ അലിഫ് ലാമ് ഉച്ചരിച്ച് തന്നെ വരും. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കി തരാം. ഒരു നാമത്തിന് മുൻപിൽ അൽ എന്ന് വരുമ്പോൾ അതിനെ ഒരു പ്രത്യേക നാമമാക്കി മാറ്റുന്നതിനെയാണ് ലാമു തഅരീഫ് എന്ന് പറയുന്നത്. അൽ എന്നതിന് ശേഷം വരുന്നത് കാഫാണ്. ഇത് കമരിയായ അക്ഷരങ്ങളിൽ പെട്ടതാണ്. അതുകൊണ്ട് അൽ കിതാബ് എന്ന് ലാം സുക്കൂൻ നൽകി വ്യക്തമായി ഓതണം. ലാം അടുത്ത അക്ഷരത്തിലേക്ക് ലയിച്ചു പോകാൻ പാടില്ല. ഇതിന് ഇൽഹാർ കമരി എന്ന് പറയും. ഇതിൽ 14 അക്ഷരങ്ങളാണുള്ളത്. ഓരോ അക്ഷരങ്ങളും നമുക്ക് ഓരോ ആയത്തുകളിലും നോക്കി പഠിക്കാം. ഇനി അടുത്ത ഭാഗം, ലാ റൈബ ഫീഹ്. റൈബ, ഇവിടെ റായ്ക്ക് മുകളിൽ ഫതഹോ ലമ്മ വന്നാൽ ആ അക്ഷരത്തെ തടിച്ച ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിനെയാണ് നമ്മൾ തഫ്ഹീം എന്ന് വിളിക്കുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇവിടെ റൈബ എന്ന വാക്കിന് മുകളിലും തൊട്ടടുത്ത പദമായ ഫീഹി എന്ന വാക്കിന് മുകളിലുമായി 3 പുള്ളികൾ വീതം നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇതിനെ മുആനക അല്ലെങ്കിൽ തആനുഖുൽ വഖഫ് എന്നാണ് വിളിക്കുന്നത്. ഇതിൻ്റെ നിയമം വളരെ ലളിതമാണ്. ഈ 2 അടയാളങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ മാത്രം നിർത്താം. അതായത് റൈബ എന്നിടത്ത് നിർത്തുകയാണെങ്കിൽ പിന്നെ ഫീഹി എന്നിടത്ത് നിർത്താൻ പാടില്ല. അതേപോലെ തിരിച്ച് റൈബ എന്നിടത്ത് നിർത്താതെ ഓതുകയാണെങ്കിൽ ഫീഹി എന്നിടത്ത് നിർത്താം. 2 ഇടത്തും നിർത്താതെ തുടർച്ചയായി ഓതുകയും ചെയ്യാം. പക്ഷേ 2 ഇടത്തും കൂടി നിർത്താൻ പാടില്ല. ഇനി ഇങ്ങനെ നിർത്തുമ്പോഴുള്ള നിയമങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ റൈബ എന്ന സ്ഥലത്താണ് നിർത്തുന്നതെങ്കിൽ അവിടെ 2 തജ്വീദ് നിയമങ്ങളാണ് വരുന്നത്. മദ് ലീൻ പ്ലസ് കൽക്കല. റൈബ എന്ന സ്ഥലത്ത് നിർത്തുന്നതെങ്കിൽ അതിലെ യ എന്ന അക്ഷരത്തിന് സുക്കൂനും അതിന് മുൻപുള്ള അക്ഷരത്തിന് ഫത്ഹ് വരികയും അതിനുശേഷം നമ്മൾ നിർത്തുകയും ചെയ്യുമ്പോൾ അവിടെ മദ് ലീൻ ഉണ്ടാകുന്നു. അവിടെ നിർത്തുമ്പോൾ 2-4 ഹർക്കത്ത് വരെ നീട്ടാം. ബ എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുന്നത് കൊണ്ട് അവിടെ ഒരു ചെറിയ കൽക്കല കൂടി വരും. നമുക്ക് ഓതി നോക്കാം. റൈബ്, അങ്ങനെ ഓതണം. റൈബ് എന്നല്ല, റൈബ്, അങ്ങനെ ഓതി നിർത്തണം അവിടെ നിർത്തുന്നതാണെങ്കിൽ. ഇനി ഫീഹി എന്ന സ്ഥലത്താണ് നിർത്തുന്നതെങ്കിൽ അവിടെ വരുന്ന തജ്വീദ് നിയമമാണ് മദ് ആരിദു സുക്കൂൻ. ഫീ എന്നതിലെ യ മദ്ദിൻ്റെ അക്ഷരമാണ്. അതിനുശേഷം വരുന്ന ഹ എന്ന അക്ഷരത്തിൽ നമ്മൾ നിർത്തുന്നത് കൊണ്ട് അവിടെ താൽക്കാലികമായി ഒരു സുക്കൂൻ വരുന്നു. അവിടെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് കൊണ്ട് ഫീഹി എന്നുള്ള
ഹാക്ക് കസറാണുള്ളത്. അപ്പം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് ഫീഹ്, ഹാക്ക് സുക്കൂൻ കൊടുക്കുന്നു. അപ്പോഴാണ് അവിടെ മദ് ആരിദ് സുക്കൂൻ എന്ന നിയമം വരുന്നത്. ഇതിനെയും നമുക്ക് 2-4 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. ഫീഹ് എന്ന് നീട്ടി ആ ഹ എന്ന ശബ്ദം പുറത്ത് വിട്ട് നിർത്തണം. ലാ റൈബ ഫീഹ്, അങ്ങനെ ഓതി നിർത്തുന്നുണ്ടെങ്കിൽ നിർത്താം, ഇല്ലെങ്കിൽ നിർത്താതെ ബാക്കി കണ്ടിന്യൂ ചെയ്തിട്ട് പോവുകയും ചെയ്യാം. ഇനി അടുത്ത ഭാഗം നോക്കാം. അതിൻ്റെ മഹറജ് നോക്കാം. ആദ്യം ഹ, തൊണ്ടയുടെ താഴെ ഭാഗം. ദാല്, നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിൽ. ഖാഫ്, നാവിൻ്റെ മൂല അണ്ണാക്കിനോട് ചേർന്ന ഭാഗം. നൂൻ, നാവിൻ്റെ അറ്റം മേൽപ്പല്ലിൻ്റെ ചുവട്ടിലെ മോണയിൽ തട്ടിച്ചുകൊണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്ഷരങ്ങളുടെ മഹറജുകളെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യുക. നാവ് എവിടെ തട്ടുന്നുണ്ട്, തൊണ്ടയിൽ നിന്നാണ് വരുന്നത്, താഴത്തു നിന്നാണ് വരുന്നത്, തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ് വരുന്നത്, എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. നമുക്കിതിൻ്റെ തജ്വീദ് നിയമം നോക്കാം. ഹുദല്ലിൽ മുത്തഖീൻ, ഇദ്ഹാം ബിലാ ഗുന്ന, അതായത് ഇദ്ഹാം ബിഗൈരി ഗുന്ന, മണിപ്പിക്കാതെ ചേർത്ത് ഓതുക. സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനിന് ശേഷമോ താഴെ പറയുന്ന 2 അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെ പൂർണ്ണമായും ഒഴിവാക്കി അടുത്ത അക്ഷരത്തോട് മണിപ്പിക്കാതെ ചേർത്തോതണം. ആ അക്ഷരങ്ങളാണ് റാവ്, ലാമോ. അതായത് സുക്കൂനുള്ള നൂനിനോ തൻവീനിന് ശേഷമോ ലാമോ അല്ലെങ്കിൽ റാവോ വന്നാൽ നിങ്ങൾ നൂനിനെ മറച്ച് വെച്ച് മണിപ്പിക്കാതെ ചേർത്ത് ഓതണം. ഹുദല്ലിൽ മുത്തഖീൻ, ഹുദല്ലിൽ മുത്തഖീൻ. ഇനി അടുത്ത നിയമം നോക്കാം. ലാം, ഇൽഹാറുൽ ഖമരി. ലിൽ മുത്തഖീൻ എന്നതിലെ 2ാമത്തെ ലാമിന് മുകളിൽ സുക്കൂൻ കാണാം. ഈ ലാമിനെ വ്യക്തമായി ഉച്ചരിക്കണം. നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഇനി കാഫ്, ഇവിടെ കാഫ് കനപ്പിച്ച് തഫ്ഹീം ചെയ്ത് ഓതണം. പിന്നെയുള്ള നിയമം മദ് ആരിദ് സുക്കൂനാണ്. നേരത്തെ വിവരിച്ചു തന്നതാണ്. ഇവിടെ കാഫിന് ശേഷം വന്ന യാ മദ്ദിൻ്റെ അക്ഷരമാണ്. ശേഷം സ്റ്റോപ്പ് ചെയ്യുമ്പോൾ നൂനിന് സുക്കൂൻ വരുന്നു. അപ്പോൾ അവിടെ 2-4 ഹർക്കത്ത് നീട്ടി ഓതാം. ഇനി നമുക്ക് 3ാമത്തെ ആയത്തിലേക്ക് പോവാം. അല്ലസീന യുഅ്മിനൂന ബിൽ ഗൈബി വയുഖീമൂന. നിങ്ങൾ ബൈഹാർട്ടാക്കുമ്പോൾ ഇങ്ങനെ പാർട്ടായിട്ടാണല്ലോ ബൈഹാർട്ടാക്കിയത്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ തജ്വീദ് നിയമങ്ങളും ഞാൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മഹറജ് നോക്കാം. ഇതിലുള്ള അക്ഷരങ്ങൾ, ബാക്കിയൊക്കെ അക്ഷരങ്ങൾ മുമ്പ് വിവരിച്ചു തന്നതാണ്. വായിൻ, തൊണ്ടയുടെ മുകൾ ഭാഗം, വായയോട് ചേർന്ന ഭാഗം. ഇതാണ് അതിൻ്റെ മഹറജ്. നമുക്കിതിൻ്റെ തജ്വീദ് നിയമത്തിലേക്ക് പോവാം. ഇവിടെ അല്ലസീന എന്നതിൻ്റെ അലിഫ് ശ്രദ്ധിച്ച നിങ്ങൾ, അവിടെ ഒരു പ്രത്യേക ചിഹ്നമല്ല കാണുന്നത്. സ്വാദ് അത് കട്ട് ചെയ്തിട്ട് ഹാഫ് ആക്കിയ പോലത്തെ ചിഹ്നം, അതിന് പറയുക ഹംസത്തുൽ വസൽ എന്നാണ്. അതിന് സ്വന്തമായിട്ട് ഫതോ കസ്റോ ലമ്മോ ഉണ്ടാകില്ല. അതിന് സന്ദർഭത്തിനനുസരിച്ചിട്ടാണ് ഫതവും ലമ്മും കസ്റൊക്കെ വരുന്നത്. നമുക്ക് ഓരോ ആയത്തുകൾ പഠിക്കുമ്പോഴും അതിൻ്റേതായ സന്ദർഭത്തിൽ ഓരോന്നും വിവരിക്കാം. ഇവിടെയുള്ള സന്ദർഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ അൽ എന്ന് തുടങ്ങുന്ന പദങ്ങൾ അത് എല്ലായ്പ്പോഴും ഫത്ത് നൽകി തന്നെ ഓതണം. അല്ലദീന. പിന്നെ ശ്രദ്ധിക്കേണ്ടത് യുഅ്മിനൂന എന്ന് ഓതരുത്, യുഅ്മിനൂന. വാവിൻ്റെ മേലെ ഹംസയാണുള്ളത്. അതുകൊണ്ട് യുഅ്മിനൂന എന്ന് തന്നെ തന്നെ പറയണം. യുഅ്മിനൂന. പിന്നെയുള്ളത് ബിൽ ഗൈബി. ഓയിനും കാഫും ഹെവി ലെറ്റേഴ്സ് ആണ്. അപ്പോൾ അതിനെ തഫ്ഹീം ചെയ്തിട്ട് തന്നെ ഓതണം, കനപ്പിച്ച് തന്നെ ഓതണം. ബിൽ ഗൈബി വയുഖീമൂന. ഓക്കെ. ഇനി നമുക്ക്
അതിൻ്റെ അടുത്ത ഭാഗത്ത് പോകാം. അതിൻ്റെ അക്ഷരം മഹ്റജ് 2 അക്ഷരമാണുള്ളത് പുതുതായിട്ടുള്ളത്. സ്വാദ് സാവ്. സ്വാദ് നാവിൻ്റെ അറ്റം പല്ലുകൾക്കിടയിൽ. സാ നാവിൻ്റെ അറ്റം പല്ലുകൾക്കിടയിൽ. രണ്ടിൻ്റെയും മഹ്റജ് ഒരേ സ്ഥലത്ത് തന്നെയാണ്. നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇവിടെ ഇദ്ഗാം ഷംസി. ഇവിടെ അലിഫ് ലാം ശേഷം വരുന്നത് സ്വാദ എന്ന അക്ഷരമാണ്. ഇത് ഷംസിയായ അക്ഷരമായതുകൊണ്ട് ലാം ഉച്ചരിക്കാതെ നേരിട്ട് സ്വാദിലേക്ക് ചേർത്ത് ഓതണം. ഇവിടെ ലാമിൻ്റെ മേലെ ഒരു ഹാഫ് അലിഫ് കാണാം. അത് മദ് അസ്ലിയാണ്. 2 ഹർക്കത്ത് വരെ നീട്ടാം. ഇനി അടുത്ത തജ്വീദ് നിയമത്തിലേക്ക് പോവാം. ഇവിടെ മീമിന് മുകളിൽ ശദ്ദ് വരുന്നു. നൂനിനും മീമിനും ശദ്ദ് വന്നാൽ നിർബന്ധമായും മണിച്ച് തന്നെ ഓതണം. ആ മീമിൻ്റെ അവസാനത്തെ അലിഫ് 2 ഹർക്കത്ത് നീട്ടാം. തുടക്കത്തിലെ റസഖനാഹും എന്നതിലെ തുടക്കത്തിലെ റ അതൊന്ന് കനപ്പിച്ചോതണം. കാഫ് എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുന്നു. കൽക്കല അക്ഷരമായതുകൊണ്ട് ഇവിടെ ശബ്ദം തട്ടി പ്രതിഫലിപ്പിക്കണം. റസഖനാഹും. അവിടെ നൂനിൻ്റെ മേലെയും ഒരു ഹാഫ് അലിഫ് കാണാം. അവിടെയും 2 ഹർക്കത്ത് നീട്ടാം. ഇൽഹാർ ഷഫവി. അവസാനത്തെ മീം സാക്കിന് ശേഷം യാ വരുന്നത് കൊണ്ട് മീം വ്യക്തമാക്കി ഉച്ചരിക്കണം. ഇഖ്ഫാ. ഇവിടെ സുക്കൂനുള്ള നൂനിന് ശേഷം ഫ എന്ന അക്ഷരം വരുന്നു. നൂനിനെ മറച്ചു പിടിച്ച് ഒരു ചെറിയ മണിപ്പോടെ ഓതണം. യുംഫിഖൂൻ. തഫ്ഖീം. ഇവിടെയുള്ള കാഫ് കനപ്പിച്ച് തന്നെ ഓതണം. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂനാണ്. ആയത്തിൻ്റെ അവസാനമായതുകൊണ്ട് അതിൻ്റെ നിയമം പറഞ്ഞതാണല്ലോ. അത് 2-4 ഹർക്കത്ത് വരെ നീട്ടാം. ഈ ആയത്തിൽ പുതിയ അക്ഷരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് മഹ്റജ് ഇല്ല. നമുക്ക് നേരെ തജ്വീദിൽ തന്നെ പോവാം. വല്ലദീന യുഅ്മിനൂന ബിമാ ഉൻസില ഇലൈക. ഒരു വാക്കിൻ്റെ അവസാനം മദ്ദിൻ്റെ അക്ഷരവും തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ അതിനെ മദ് മുൻഫസിൽ എന്ന് വിളിക്കുന്നു. ഇതിനെ 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. ഇവിടെ കണ്ടോ, ബിമാ അതിൻ്റെ അവസാനം മദ്ദിൻ്റെ അക്ഷരമാണ്. തൊട്ടടുത്ത വാക്കിൽ ഹംസയുമാണ് ഉള്ളത്. ഉൻസിലയിലെ ഹംസയുമാണ് ഉള്ളത്. അതുകൊണ്ടാണ് അതിനെ മദ് മുൻഫസിൽ എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത നിയമം. സാക്കിനായ നൂനിന് ശേഷം സ എന്ന അക്ഷരം വരുന്നു. അത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. നൂനിനെ വ്യക്തമാക്കാതെ മണിപ്പോടെ മറച്ച് പിടിച്ച് ഓതണം. ഇഖ്ഫായിന് 15 അക്ഷരങ്ങളാണുള്ളത്. അത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാനെങ്ങനെയാണ് പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കുത്തുകൾ നോക്കിയിട്ടാണ്. ത, സ, ദാല്, സാല് കുത്തുകൾ ശ്രദ്ധിച്ചാൽ മതി. സീന്, ഷീന്, ത്വ, ള, സ്വാദ്, വാദ്, ഫ, ഖാഫ്, കാഫ്, സ, ജീം. ഇതാണ് 15 അക്ഷരങ്ങൾ. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. നേരത്തെ പറഞ്ഞ അതേ നിയമങ്ങൾ തന്നെയാണ്. ഒരു വാക്കിൻ്റെ അവസാനം മദ്ദിൻ്റെ അക്ഷരവും തൊട്ടടുത്ത വാക്കിൻ്റെ തുടക്കത്തിൽ ഹംസയും വന്നാൽ അതിനെ മദ് മുൻഫസിൽ എന്ന് വിളിക്കുന്നു. ഇതിനെ 4-5 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. സാക്കിനായ നൂനിന് ശേഷം സ എന്ന അക്ഷരം വരുന്നു. അത് ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. നൂനിനെ വ്യക്തമാക്കാതെ മണിപ്പോടെ മറച്ചു പിടിച്ച് ഓതണം. നൂനിന് ശേഷം ഇഖ്ഫാവിൻ്റെ കാഫ് എന്ന കനപ്പിച്ച് പറയേണ്ട അക്ഷരം വരുന്നു. അതുകൊണ്ട് നൂനിനെ മണിപ്പോടെ മറച്ചു പിടിക്കുമ്പോൾ ആ മണിപ്പിനും ഒരു കനപ്പ് വേണം. വമാ ഉൻസില മിൻ ഖബ്ലിക. മിൻ ഖബ്ലിക
ആ മണിപ്പിന് ഒരു ചെറിയൊരു കനപ്പ് കൊടുക്കണം. കാഫ് കനപ്പിച്ച് ഓതേണ്ട അക്ഷരം തന്നെയാണ്. ബ എന്ന അക്ഷരത്തിന് സുക്കൂൻ വരുന്നു. കൽക്കല അക്ഷരമായതുകൊണ്ട് അവിടെ ശബ്ദം തട്ടി പ്രതിഫലിപ്പിക്കണം. ഇനി അടുത്ത ഭാഗത്ത് ഒരു പുതിയ അക്ഷരമുണ്ട്, ഹ. തൊണ്ടയുടെ മുകൾ ഭാഗത്തു നിന്നാണ് ആ അക്ഷരത്തിൻ്റെ മഹർജ്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക, പ്രാക്ടീസ് ചെയ്യുക. ഇവിടെയുള്ള നിയമം, ഹ എന്ന അക്ഷരത്തിന് ഏത് ചിഹ്നത്തോടെ വന്നാലും, ഫത്തായാലും ലമ്മായാലും കസ്റായാലും അത് കനപ്പിച്ച് തഫ്ഹീം ചെയ്ത് തന്നെ ഓതണം. ഇതിലെ റ എന്ന അക്ഷരത്തിന് ഫത്ത് ഉള്ളതിനാൽ അതും കനപ്പിച്ച് തന്നെ ഓതണം. സാക്കിനായ മീമിന് ശേഷം യ എന്ന അക്ഷരം വരുന്നു. അത് ഇൽഹാർ ഷഫവിയുടെ അക്ഷരമാണ്. ബ, മീം ഒഴികെ ബാക്കി 26 അക്ഷരങ്ങൾ ഇതിൽപ്പെട്ടതാണ്. മീമിനെ മണിപ്പിക്കുകയോ മറച്ച് പിടിക്കുകയോ ചെയ്യാതെ വളരെ വ്യക്തമായി തന്നെ ഉച്ചരിക്കണം. ഇവിടെയുള്ള കാഫ് കനപ്പിച്ച് തഫ്ഹീം ചെയ്ത് തന്നെ ഓതണം. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂനാണ്. ആയത്തിൻ്റെ അവസാനമായതുകൊണ്ട് 2-4 ഹർക്കത്ത് വരെ നീട്ടി ഓതാം. ഇനി അടുത്ത ആയത്ത് പുതിയ ഒരക്ഷരമുണ്ട്, ഒയിൻ, തൊണ്ടയുടെ നടുഭാഗം. ഇതിൻ്റെ തജ്വീദ് നോക്കാം. ഒരേ വാക്കിനുള്ളിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അതിനെ മദ് മുത്തസിൽ എന്ന് വിളിക്കുന്നു. ഇതിനെ 4 അല്ലെങ്കിൽ 5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടി ഓതണം. നേരത്തെ ഞങ്ങൾ പഠിച്ചത് മദ് മുൻഫസിലാണ്, അതായത് ഒരു വാക്കിൻ്റെ അവസാനത്തിലും അടുത്ത വാക്കിൻ്റെ ആദ്യത്തിലാണ് ഹംസ. പക്ഷേ ഇത് ഈ മദ് മുത്തസിലിൽ ഒരേ വാക്കിൽ തന്നെയാണ്. ഇപ്പം ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ മദ്ദിൻ്റെ അക്ഷരമുണ്ട്, ലാം. അത് മദ്ദിൻ്റെ അക്ഷരം കഴിഞ്ഞ പാടെ തന്നെ ഇക്ക എന്നത് ഹംസയാണ്. അതുകൊണ്ടാണ് ഇതിനെ 4-5 ഹർക്കത്ത് നിർബന്ധമായി നീട്ടി തന്നെ ഓതാൻ പറയുന്നത്. ഉലൈക അലാ ഹുദം മിർ റബ്ബിഹിം. ഇവിടെ ഇദ്ഗാം ബിഗുന്ന, സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനു ശേഷമോ താഴെ പറയുന്ന 4 അക്ഷരങ്ങൾ വന്നാൽ അവയെ മണിപ്പിച്ചുകൊണ്ട്, അതായത് ഗുന്നയോടെ ചേർത്ത് ഓതണം. അക്ഷരങ്ങൾ യാ, നൂൻ, മീം, വ. അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് യൻമു എന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. അടുത്തത് നേരത്തെ മുമ്പത്തെ ആയത്തിൽ വിവരിച്ച അതേ നിയമം തന്നെയാണ്. ഇദ്ഗാം ബിലാ ഗുന്ന, മണിപ്പിക്കാതെ ചേർത്ത് ഓതുക. സുക്കൂനുള്ള നൂനിന് ശേഷമോ തൻവീനു ശേഷമോ താഴെ പറയുന്ന 2 അക്ഷരങ്ങൾ വന്നാൽ ആ നൂനിനെ പൂർണ്ണമായും ഒഴിവാക്കി അടുത്ത അക്ഷരത്തോട് മണിപ്പിക്കാതെ ചേർത്തോതണം. അക്ഷരങ്ങൾ ലാം, റ. റ എന്ന അക്ഷരത്തിന് ഷദ്ദുള്ളത് കൊണ്ട് അവിടെ തഫ്ഹീം ചെയ്യണം. അവിടെ ഒരു ചിഹ്നം കണ്ടോ, സ്വാദ് ലാമുള്ള? ആ ചിഹ്നത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, സ്റ്റോപ്പ് ചെയ്യാതെ ഇരിക്കാം. സ്റ്റോപ്പ് ചെയ്യാതെ ഒന്നാണ് ഉത്തമം. ശ്വാസത്തിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ശ്വാസത്തിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ. അടുത്ത ഭാഗം, വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ഒരേ വാക്കിനുള്ളിൽ മദ്ദിൻ്റെ അക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അതിനെ മദ് മുത്തസിൽ എന്ന് വിളിക്കുന്നു. ഇതിനെ 4-5 ഹർക്കത്ത് നിർബന്ധമായും നീട്ടി ഓതണം. പിന്നെയുള്ളത് മദ് ആരിദ് സുക്കൂൻ. ആയത്തിൻ്റെ അവസാനം നിർത്തുമ്പോൾ 2-4 ഹർക്കത്ത് വരെ നീട്ടാം. അപ്പം നമ്മൾ 1 മുതൽ 5 വരെയുള്ള ആയത്തിൻ്റെ തജ്വീദ് നിയമങ്ങളും മഹ്റജും പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ടത് ഇതുവരെ പഠിച്ച ഈ 5 ആയത്തുകളിൽ പഠിച്ച തജ്വീദ് നിയമങ്ങളുണ്ടല്ലോ, അത് നിങ്ങൾ പഠിച്ചിനോ ഇല്ലയോ എന്ന് നോക്കണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഖുർആൻ എടുക്കുക, ഏതെങ്കിലും ഒരു പേജ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് ആയത്ത്
പാരായണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ പഠിച്ച ഏതെങ്കിലും നിയമങ്ങൾ അതിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളത് അപ്ലൈ ചെയ്യുക. അപ്പോൾ എന്തായി, നിങ്ങൾക്ക് തജ്വീദ് സ്പെഷ്യലായിട്ട് പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോഴേക്കും നിങ്ങൾ ഈ പഠിച്ച നിയമങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ കയറും. ഓക്കെ, അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. അത് അങ്ങനെ പഠിച്ച് ഈ പഠിച്ച നിയമങ്ങളിലെല്ലാം ഒന്ന് തറവാക്കുക. ഇൻഷാ അല്ലാഹ് നാളെ ബാക്കി 6 മുതൽ 10 വരെയുള്ള ആയത്തിൻ്റെ തജ്വീദ് പഠനമായിരിക്കും. ഇൻഷാ അല്ലാഹ് എല്ലാം പഠിച്ചവൻ നമുക്ക് എളുപ്പമാക്കി തരട്ടെ. പഠിച്ച ഭാഗങ്ങളൊക്കെ മറക്കാതെ അത് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ, അതായത് നിസ്കാരത്തിലും മറ്റുള്ള ഫ്രീ കിട്ടുന്ന സമയത്തും ഓതുവാനുള്ള തൗഫീഖും പഠിച്ചു നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.